നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ഫിസിക്കൽ അറ്റാച്ച്മെൻ്റ് ആണോ, അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹമാണോ, സെക്ഷലായിട്ടുള്ള ഒരു ബന്ധം മാത്രമാണോ ഇത് എന്ന് മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിലേറ്റവും ഒന്നാമത്തേതെന്ന് പറയുന്നത്, നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത് പെരുമാറുമ്പോൾ ഇവർ എപ്പോഴും സെക്സ് പരമായിട്ടാണ് നിങ്ങളോട് ചാറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം ഇത് സെക്ഷൽ പരമായിട്ടൊരു ബന്ധമായിട്ടാണ് അയാൾ കരുതിയിരിക്കുന്നതെന്ന്. നമ്മൾ പല കാര്യങ്ങളായിട്ട് സംസാരിക്കും, ഫാമിലിയെ പറ്റി, അവരുടെ കരിയറിനെ പറ്റി പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കും. പക്ഷേ ഇവർ സംസാരിക്കുന്നത് മൊത്തം സെക്സിനെ പറ്റി മാത്രമാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം തീർച്ചയായിട്ടും ഇവർ സെക്ഷൽ റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും ഇവർ വഴുതി മാറിക്കൊണ്ടിരിക്കും, ഒന്നിനും ഒരു പിടുത്തം തരില്ല എന്നുള്ളതാണ്. എന്ത് സംസാരിച്ചാലും അവർ ക്ലിയർ ആയിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ നമുക്ക് വേണ്ടി തരില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അവരോട് കൂടുതലായി തുടങ്ങി നമുക്ക് അവരെ പിരിയാൻ കഴിയില്ല, നമുക്ക് വളരെയധികം നല്ല സ്നേഹമാണ് അവരോടൊന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഇവർ വഴുതി മാറാൻ തുടങ്ങുമെന്നുള്ളതാണ്. ഇവരുടനെ എസ്കേപ്പ് ആവും. അങ്ങനെ എസ്കേപ്പ് ആവുന്ന ആളുകൾ പിന്നെ തിരിച്ചു വരുന്നത് കുറേ കാലഘട്ടങ്ങൾക്ക് ശേഷമായിരിക്കും. ഈ കാലഘട്ടങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോഴും അവരുടെ ക്യാരക്ടറിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ആ ക്യാരക്ടർ അങ്ങനെ തന്നെയായിരിക്കും. നമ്മളീ പിരിഞ്ഞു പോയതായിട്ടോ അതിൻ്റെ വിഷമങ്ങൾ ഉണ്ടായതായിട്ടോ ഒന്നും ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ സെക്ഷൽ റിലേഷൻഷിപ്പ് മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അവരുടെ കസ്റ്റഡിയിൽ വേറെ ഒരാളും കൂടി ഉണ്ടായിരിക്കും എന്നുള്ളത് തീർച്ചയാണ് എന്നുള്ളതാണ്. കാരണം അവർ നമ്മുടെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുന്ന അവർക്ക് സഹിക്കില്ല. നമ്മുടെ റിലേഷൻഷിപ്പ് പോകാൻ പാടില്ല. അതിൻ്റെ ഒപ്പം കൂടി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കൂടി അവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് കിട്ടാത്ത പല കാര്യങ്ങളും അവർ അതിൽ നിന്നും ക്യാച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവരുമായിട്ട് സെക്ഷൽ പരമായ എന്തെങ്കിലും ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ, എന്തെങ്കിലും ഡീല് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിൻ്റെ ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു ശാരീരിക ബുദ്ധിമുട്ട്, മാനസിക ബുദ്ധിമുട്ട് എന്ത് വന്നാലും നമുക്ക് വേണ്ടിയിട്ട് ഒരു റിസ്ക്കും അവരെടുക്കില്ല എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയോ പോയിക്കോട്ടെ, അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിച്ചാൽ മാത്രം മതി എന്നുള്ളൊരു മനോഭാവമാണ് അവർ എപ്പോഴും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്.